കൃഷ്ണരാജ്, നമുക്ക് പെരുന്നാടിലേക്ക് തന്നെ വരാം. അവിടുന്ന് തങ്കയങ്കി ഘോഷയാത്ര തുടങ്ങി പുറപ്പെടുകയാണ്. അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടുന്നു. റാന്നി പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രത്യേക ദർശന സൗകര്യങ്ങളുണ്ടായിരുന്നു. നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത്. ഉച്ചയോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലേക്ക് എത്തും. പെരുന്നാട് ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. മനോജ് ചേരുന്നു. മനോജ്, യാത്ര അവിടുന്ന് ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ഈ തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ രഥം മുന്നോട്ട് നീങ്ങും. അവിടെ ഭക്തജനങ്ങളും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ദേവസ്വം ഭാരവാഹികളും എല്ലാവരും ഇവിടെയുണ്ട്. എന്തായാലും ഇവിടെ നിന്നും ആരംഭിക്കുന്ന ഈ രഥഘോഷയാത്ര പ്ലാപ്പിളി വഴി ലാഹ വഴി നേരെ നിലയ്ക്കലിലേക്ക് എത്തും. വിവിധ ഇടങ്ങളിൽ സ്വീകരണമുണ്ടാകും. എന്തായാലും വലിയ തരത്തിലൊരു ഭക്തജന പ്രഭാഗം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ തങ്കയങ്കി ഇവിടെ അല്പസമയം മുമ്പ് തന്നെ സ്റ്റോർ റൂമിൽ നിന്നും ഇവിടേക്ക് ദർശനത്തിനായി വച്ചെടുത്തു. അതിനുശേഷം ഓരോരുത്തരും അവിടെ എത്തി ഈ ദർശനം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ രഥത്തിലേക്ക് കയറ്റിയിട്ടുള്ളത്. പുഷ്പാലങ്കൃതമായ ശബരിമല ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള ഈ രഥം നമുക്ക് കാണുവാൻ സാധിക്കും. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഈ രഥം മുന്നോട്ട് നീങ്ങും. തുടർന്നാണ് ഓരോ സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരുക. ദിവസങ്ങളായി തന്നെ ഈ പ്രയാണം ഇങ്ങനെ തുടരുകയാണ് ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക്. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് പമ്പയിലേക്കും ഈ രഥപ്രയാണം എത്തും. അവിടെ നിന്നും ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരണമുണ്ട്. അതിനുശേഷമാണ് അവിടെ നിന്നും ശബരിമലയിലേക്ക് ഈ തങ്കയങ്കി കൊണ്ടുപോകുക. അതിനുവേണ്ടിയുള്ള സംഘം ഈ പന്തളം കൊട്ടാരത്തിൽ നിന്നും 10 അംഗ സംഘം എത്തിയിട്ടുണ്ട്. ഈ അവിടെ പമ്പയിൽ നിന്നും മുകളിലേക്ക് തങ്കയങ്കി കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള സംഘമാണ്. അവർ രാവിലെ തന്നെ ഈ രാജപ്രതിനിധികളോടൊക്കെ തന്നെ അനുഗ്രഹം വാങ്ങിയ ശേഷം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ ഘോഷയാത്രയോടൊപ്പമുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പന്തളം രാജാവ് അദ്ദേഹം പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. ഇവിടെ നിന്നുകൊണ്ടാണ് ഈ ശബരിമലയുടെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം നോക്കിയിരുന്നത് എന്നുള്ള ചരിത്രം കൂടെയുണ്ട് ഈ ക്ഷേത്രത്തിന്. അതോടൊപ്പം അദ്ദേഹം വരാറുള്ള ഒരു ക്ഷേത്രം അത്തരത്തിലുള്ള പാരമ്പര്യമുള്ള ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്ന് ഈ ഒരു ഘോഷയാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ ദേവസ്വം ഭാരവാഹികളും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. അകമ്പടി വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ വാഹനം അല്പസമയത്തിനകം തന്നെ, അതായത് ഈ രഥം മുന്നോട്ട് നീങ്ങും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ രഥം അലങ്കരിച്ചുകൊണ്ട് തന്നെ, അതായത് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഈ രഥം മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു തയ്യാറെടുപ്പുകളാണ്. തങ്കയങ്കി അല്പസമയം മുമ്പാണ് ക്ഷേത്രത്തിലെ മുന്നിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഈ രഥത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കൃത്യസമയത്ത് തന്നെ ഇവിടെ നിന്നും മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ്. വളരെയധികം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇന്നും ഈ ഒരു രഥപ്രയാണം ആരംഭിക്കുന്നത്. അവരൊക്കെ തന്നെ അങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഇനി മുന്നിലേക്ക് പോകുമ്പോൾ അതിനു പിന്നിലേക്ക് ഭക്തജനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ പോകുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 6:30-ക്കാണ് ശബരിമലയിൽ സന്നിധാനത്ത് സ്വാമി അയ്യപ്പന് ഈ ഒരു തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. ഓരോ മണ്ഡലകാലത്തും ഇത് തന്നെയാണ്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന പൂജകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കാണുവാൻ വേണ്ടി ലക്ഷങ്ങളാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. കൃത്യമായും നല്ല തിരക്ക് ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ആ രഥത്തിൽ 18 പടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാവിധ സംവിധാനങ്ങളും. ഇവിടെ നിന്ന് ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ വലിയ വാദ്യമേളങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ സംഗീതവും പാട്ടുമൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഉച്ചയോടെ പമ്പയിലെത്തും. അതെ, ഈ ഘോഷയാത്ര. അതിനുശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകും. സന്നിധാനത്ത് വൈകിട്ട് 6:30 തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. നാളെയാണ് മണ്ഡല പൂജ. ഇപ്പോൾ പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുകയാണ് തങ്കയങ്കി ഘോഷയാത്ര.